ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. അപ്പോൾ ഇന്നലെ റാണി സദാശിവനെ കണ്ടുപിടിച്ച അമലിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. രണ്ടുപേരും കൃത്യമായിട്ട് അവരുടെ ജോലി സ്ഥലത്തും അവരുടെ സ്വന്തം വീട്ടിലും ഒക്കെ ചെന്നു. അവരുടെ സ്വന്തം മകളുടെ വോയിസ് അവർ കേൾപ്പിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടിയെ അവർ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്നില്ല. അത്ര ബഹുമാനം അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത്. അവർക്ക് ഇങ്ങനെ ഇത്രമാത്രം മോശം കമൻ്റ് ഇടുന്ന അവരുടെ ഭർത്താവിനെയോ കുഞ്ഞിനെയോ ഒക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കാം. പക്ഷേ അവരുടെ മാന്യത കൊണ്ട് അത് ചെയ്തില്ല. അവരുടെ ജോലിസ്ഥലത്ത് പോയി ഏറ്റവും നല്ല രീതിയിലാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർ എത്ര നാൾ അവർ ചെയ്ത ക്രൂരകൃത്യത്തെക്കുറിച്ച് പറയുന്നതും അവരുടെ കമൻ്റ് എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഇത്ര ക്രൂരത ചെയ്ത ഒരു സ്ത്രീയോട് സാധാരണ അവരെ കയ്യേറ്റം ചെയ്യുന്ന നിലയിൽ വരെ അത്ര മോശം കമൻറ്റുകൾ അവർ ഇട്ടിട്ടുണ്ട്. ഇവിടെയുള്ള രണ്ട് പൊടി കുഞ്ഞുങ്ങളെ പോലും പറഞ്ഞിട്ട് അവർ വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് വളരെ മാന്യമായ റിയാക്ഷനാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി അവർ പറയാം, അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് റാണി പി സദാശിവനെ ഓൾവേസ് നീ പറഞ്ഞതാടി ശരി, നീയാണടി ശരി എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഓടിത്തുടങ്ങിയ മിനിക്കുട്ടി ഉണ്ടല്ലോ. അപ്പോൾ ആ മിനിക്കുട്ടി പറയാണ്, റാണി പി സദാശിവൻ്റെ കുഞ്ഞിനെ അവർ ക്യാമറയുടെ മുമ്പിൽ കൊടുന്നു. അത് ഇരിക്കുന്ന സ്ഥലവും അതിൻ്റെ വീടും അതിൻ്റെ ലൊക്കേഷനും ഒക്കെ കാണിച്ചിട്ട് നാളെ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവനാണ് ഉത്തരവാദി, ഇവൻ്റെ ക്രിമിനൽ ബുദ്ധി കാരണം ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. എന്താണല്ലേ ഇത്രയും മോശമായിട്ട് കമൻ്റ് ഇട്ട് ആ ഡോറ ബുജി തീരെ പൊടി കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവരെ വരെ കമൻ്റ് ഇട്ട് തളർത്തുന്ന ഒരു മാനസിക രോഗിയാണ്, മാനസിക വൈകൃതം ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ക്രൂരയായിട്ടുള്ള സ്ത്രീയുടെ കുഞ്ഞിനെ എക്സ്പോസ് ചെയ്യാതെ വളരെ മാന്യമായി വീഡിയോ ചെയ്ത അവരെന്നെ ഇവർ പറയാണ് ആ കുഞ്ഞിൻ്റെ വാസസ്ഥലം ഇവർ കണ്ടുപിടിച്ചു. അപ്പം ഇനി ഇത് കാണുന്ന ക്രിമിനൽസൊക്കെ ആ കുഞ്ഞിനെ പോയി കൊല്ലാനുള്ള ചാൻസ് ഉണ്ടെന്ന്. നമ്മളുടെ യൂട്യൂബിൽ ഒരുവിധം എല്ലാ ആളുകളും അവരുടെ വീടിൻ്റെ അഡ്രസ്സും വീടിൻ്റെ ലൊക്കേഷനും ഒക്കെ പറയുന്നവരാണ്. അപ്പോൾ അവർ ഇൻഡയറക്റ്റ്ലി അവരുടെ കുഞ്ഞിനെ ക്രിമിനൽസിന് കൊടുക്കുകയാണോ ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിയുണ്ട്, ഞാൻ ഈ അഡ്രസ്സ് പറയുന്നു, നിങ്ങൾ വന്ന് കൊന്നോന്ന്. ഇവരെന്തൊക്കെയാണല്ലേ? ഈ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റാണി പി സദാശിവൻ്റെ പോലെ തന്നെ ക്രിമിനൽ ബുദ്ധിയുള്ളൊരു സ്ത്രീയാണ്. ഇവർ ആ അമലിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും മോശമായ രീതിയിൽ സംസാരിച്ച് ഒരു പെൺകുട്ടിയെ അതിനേക്കാൾ മോശമായ രീതിയിൽ സംസാരിച്ച് അത്രയും നീചയായിട്ടുള്ളൊരു സ്ത്രീ. എന്നിട്ട് എന്തൊരു ആർഗ്യുമെൻ്റാണ് റാണി പി സദാശിവൻ്റെ മകളുടെ സെക്യൂരിറ്റിയെ ഓർത്തിട്ട് പൊട്ടിക്കരയുന്ന മിനിക്കുട്ടി. എന്താ അല്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നോക്കൂല. എങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സ്ത്രീനെ പോലും സപ്പോർട്ട് ചെയ്തിട്ട്. എല്ലാവർക്കും അറിയാം, ഒരാളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചാൽ ഉടനെ എല്ലാ ക്രിമിനൽസും അങ്ങോട്ട് ഇങ്ങനെ ബറ്റാലിയൻ പാഞ്ഞു പോണ പോലെ പാഞ്ഞു പോകലൊന്നും. ഇതൊരു ഇന്ത്യ മഹാരാജ്യമാണ്, അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റിയിലാണ് ഓരോരുത്തരും ജീവിക്കുന്നുണ്ടാവുക. എന്നിട്ടും ക്രൈം സംഭവിക്കുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചകൾ വരുമ്പോഴാണ്. ഇത്രയും ചെറിയ കുട്ടികളെ മോശമായിട്ട് പറയുന്ന, ഇത്രയും മോശം കമൻ്റ് അടിക്കുന്ന ആ സ്ത്രീക്ക് സ്വന്തം കുഞ്ഞിൻ്റെ സുരക്ഷയെപ്പറ്റി ഒരു ബോധവും ഇല്ലാതിരിക്കുമോ? അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത കടയിലാണ് വർക്ക് ചെയ്യുന്നത്, വലിയ അകലൊന്നുമില്ല. അവർക്കറിയാം അവരുടെ മകൾ തന്നെയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം ഇത്ര കുടില ബുദ്ധിയായിട്ടുള്ള ആ സ്ത്രീയുടെ മനസ്സിൽ വിരിയാതിരിക്കും. അവരത് ചെയ്തിട്ടും ഉണ്ടാവും. ഇവർ ഇത്രയും അകലെ കിടക്കുന്ന ആ കുഞ്ഞിനെ ഓർത്ത് പൂങ്കണ്ണീരൊഴുക്കേണ്ട യാതൊരു വക കാര്യമില്ല. ഇവരോർക്കേണ്ടത് ഒരു ചെറുപ്പക്കാരായിട്ടുള്ള കപ്പിള്, അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ, ആ കുടുംബത്തിനെ മാക്സിമം ഇവരിട്ട് 1.5 വർഷത്തോളമായി അപമാനിച്ച് ഇല്ലാതെയൊക്കെയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ സ്വന്തം മാനസികമായിട്ടുള്ള, ഇനി എന്തൊക്കെയായാലും അമലിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു മീറ്റ് പ്രതീക്ഷിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് ആയിട്ട് തന്നെ നമ്മൾക്ക് അനുഭവമാവുന്നതാണ്. എന്തായാലും സ്വന്തം കമൻ്റ് ഇട്ട ഒരാളെ ഇങ്ങനെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിരന്തരം ഇവരെ പറ്റി മോശമാക്കി വീഡിയോ ചെയ്യുന്ന ഒരാളെ എങ്ങനെ ചെയ്യാം? അമ്മയുടെയും സഹോദരിയുടെയും ആ ഗുണങ്ങളൊക്കെ, വാഴ്ത്തുപാട്ടുകളൊക്കെ പാടി അമലിനെ ഏറ്റവും മോശമുള്ളൊരു മകനും സഹോദരനുമായിട്ടൊക്കെ ചിത്രീകരിച്ച് അവശനിലയായിട്ടിരിക്കുന്ന ആ പാവം യൂട്യൂബറെ എന്നെങ്കിലും അമൽ കണ്ടുപിടിക്കുകയും അവരുടെ കുടുംബം സമക്ഷം അവർക്ക് എന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അല്ലെങ്കിൽ അമലിൻ്റെ ഭാര്യയോട് ചെയ്യുന്ന കടുത്ത നീതി നിഷേധമായിരിക്കും. ഒരു സ്ത്രീനെ ഇത്രയും അപമാനിച്ച, അല്ലെങ്കിൽ സാധനം എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ അഡ്രസ്സ് ചെയ്യണത് തന്നെ. എത്ര മോശമായിട്ടുള്ള അവരുടെ ആ ഒരു കൾച്ചറാണല്ലോ അതിൽ കാണിക്കുന്നത്. 2 കുട്ടികൾ, അവരുടെ അമ്മ അച്ഛൻ അടങ്ങുന്ന ഒരു 4 അംഗ കുടുംബത്തിനെ ഫോക്കസ് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുള്ള വീഡിയോകളാണ് അവരുടെ ഇൻകത്തിൻ്റെ മെയിനായിട്ടുള്ള സോഴ്സ്. വേറെ ഒരു വീഡിയോയ്ക്കും അവർക്ക്
വ്യൂസ് ഇല്ല. അന്നം തരുന്ന കൈക്ക് കടിക്കുന്ന ഒരു പണിയല്ലേ ഇവർ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഗിന്നസ് ബുക്കിൽ നേടാനുള്ള അല്ലെങ്കിൽ കയറാനുള്ള അധികാരമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ഒരു 4 അംഗ കുടുംബത്തെ നിരന്തരം വേട്ടയാടി വീഡിയോ ഇട്ട് അതിലൂടെ മമ്മം തിന്ന് രസിക്കുന്ന ആദ്യത്തെ യൂട്യൂബർ. ശരിക്കും നല്ലൊരു ഗിന്നസ് റെക്കോർഡിന് അതിൻ്റെ ബഹുമതിക്ക് അർഹയാണ് കേട്ടോ ഇവർ. വേറൊന്ന് നോക്കൂ, അവരുടെ 100 വീഡിയോകളുണ്ടെങ്കിൽ അവരുടെ 80 വീഡിയോകളും അമലിനെ കുറ്റം പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർ കഴിക്കുന്ന ഓരോ വറ്റിലും അമൽ എന്നുള്ള പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതാണ് അവർ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള യൂട്യൂബർമാർ ശരിക്കും പറഞ്ഞാൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.